എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഉപ്പൊക്കെ ഒന്ന് അതിൽ പിടിച്ചിരിക്കും. ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം നമുക്കതവിടെ എടുത്ത് വെക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് എന്താ നോക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഈ പിരിയൻ മുളക് എന്ന് ഇവിടെ പറയും, അല്ലെങ്കിൽ കാശ്മീരി മുളകാണ്. ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്, പക്ഷേ ഇതിന് നല്ല എരിവുണ്ടാവും. ഒരു 10-20 എണ്ണ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവ. അപ്പോൾ മുളകൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആ ചൂടാകുന്ന സമയത്ത് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഒരു വിധമൊക്കെ ഒന്നിങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം ഇതേ പരുവത്തിലായിരിക്കണം ചിക്കൻ പൊരിച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ പാകത്തിന് തന്നെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവോള പൊടിയായി അരിഞ്ഞത്, മീഡിയം സവോള, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 10 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ കൊണ്ടാട്ടം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരും. പിന്നെ അതിലേക്ക് ഒരു വലിയൊരു തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വഴന്ന് വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകിലെ ഒരു 3-4 എണ്ണം ഞാൻ ചെറിയ 2 പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാം വഴന്ന് വന്നതിന് ശേഷം നമ്മളൊരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അധികം പൊടികൾ അധികം ചേർക്കരുത്, അപ്പോൾ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് പോകും. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കും. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ കൊണ്ടാട്ട മുളക് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് ഒരു 2-3 സ്പൂണ് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ നല്ല എരിവൊക്കെ ഉണ്ടാവും. നമ്മൾ മുളക് പൊടി വാങ്ങുന്ന മാതിരിയല്ല, അതായത് കാശ്മീരി മുളക് പൊടി പോലെയല്ല, ഇതിന് നല്ല എരിവുണ്ടാവും. ഇനി അതൊന്ന് ശരിക്കൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഒരു 2 സ്പൂണ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് അതിലേക്ക് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് അധികം നമ്മൾ ചേർക്കണ്ട, അപ്പം മധുരം മുന്നോട്ട് നിൽക്കും. ടൊമാറ്റോ സോസിൻ്റെ ഒരു ചെറിയൊരു മധുരവും പുളിയും ആ കൊണ്ടാട്ട മുളകിൻ്റെ എരിവുമാണ് ഇതിന് പ്രത്യേകത.
അപ്പോൾ ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ. അതൊന്ന് നന്നായിട്ട് ആ ചിക്കനിലൊക്കെ മസാല പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ മസാലയെല്ലാം ആ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇനി അതിലേക്ക് ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.